ഹായ് ഗൈസ്, കുറച്ച് ചിക്കൻ ഉണ്ട്, കൊരങ്ങനെ വേണോ? സ്വല്പം ചിക്കൻ ഇരിക്കുന്നതിൽ എന്ത് പരീക്ഷണം നടത്തും എന്നുള്ള ചിന്താവിഷയത്തിലാണ് മോമോസ് എന്ന ചിന്ത പൊട്ടിമുളച്ചത്. എന്റെ ആദ്യത്തെ മോമോസ് പരീക്ഷണം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യാകുലത ഉള്ളിൽ നുരഞ്ഞു പൊങ്ങി വന്നു. നുരഞ്ഞു വന്ന സാധനത്തിനെ അല്പം മാറി നിന്ന് തുപ്പിക്കളഞ്ഞിട്ട് ഞാൻ പണി തുടങ്ങി. എല്ല് കളഞ്ഞ ചിക്കൻ മിക്സിയിൽ ഡ്രം ആക്കിയതിനു ശേഷം സവാള ഗിരിഗിരി, സ്പ്രിംഗ് ഓണിയൻ ഗിരിഗിരി, മല്ലിയില ഗിരിഗിരി, ഇഞ്ചി കുണുകുണു, വെളുത്തുള്ളി കുണുകുണു. അത് കഴിഞ്ഞാൽ പിന്നെ മിസ്കിംഗ് ആണ്. ഗിരിഗിരിയും കുണുകുണും ചിക്കനും ഇട്ട് ഒപ്പം ഉപ്പും കുരുമുളകും സോയാ സോസും ഒഴിച്ച് മിസ്കോട് മിസ്ക് തന്നെ. മോമോസിന്റെ കുടലും പണ്ടവും തയ്യാറായ സ്ഥിതിക്ക് ഇനി കുപ്പായം പണിയണ്ടേ? അപ്പോഴാണ് മൈദ രംഗത്തെത്തിയത്. മൈദയെ അടിച്ചടിച്ച് കുഴച്ച് പരത്തി വട്ടം വട്ടം ആക്കിയെടുത്തു. വേറെ എന്തും ക്ഷമിക്കാം, പക്ഷെ ഇതിന്റെ ഷേപ്പ് ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയാണ്. ഫില്ലിങ്സ് വെച്ച് എനിക്ക് അറിയാവുന്ന ഒരു ഷേപ്പ് ഉണ്ടാക്കി. ഇതിപ്പോ തെന്നാലിരാമന്റെ പണക്കിഴി പോലെ ഉണ്ടല്ലേ. മോമോസ് ഏന്തിയ സലഭഞ്ചിക, സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പ്രാർത്ഥനയോടെ മോമോസ് വേവിക്കാൻ തുടങ്ങി. തേയ്മോന്ന് ടെൻഷൻ ഉള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനൊരു തുണിയില്ലാത്ത സത്യം പറയട്ടെ, സമ്പത്തിന് അല്പം വലിപ്പം കൂടിപ്പോയെന്നേ ഉള്ളൂ, പൊളിയായിരുന്നു. ഒതന്റിക് മോമോസ് കഴിക്കുമ്പോൾ ഇതായിരുന്നോ സാധനം എന്ന് ചോദിക്കേണ്ട ഗതി വരുമോ എന്ന് എനിക്കറിയില്ല. ബൈ ബൈ.